ടോട്ടലായിട്ട് 5 സെൻറ്റ് സ്ഥലത്ത് ഏകദേശം 1950 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം വീടാണ്. നമുക്കിത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്ലാസ് ലുക്കിലാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും ചെയ്തിട്ടുള്ളത്. നമുക്ക് അവസാനവട്ടം മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോയും കാണിക്കുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് തിരുവനന്തപുരം പോത്തങ്കോടിന് സമീപമാണ്. പോത്തങ്കോട് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ശാന്തിഗിരി ആശ്രമം കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ പൂലന്തറ എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് ജസ്റ്റ് മുന്നിലേക്ക് വരുമ്പോൾ വലത്തോട്ട് കാണുന്ന വഴി ആ റോഡ് കുറച്ച് ദൂരം വരുമ്പോൾ തന്നെ ശാന്തി ഗാർഡൻസ് എന്ന് നമുക്ക് ബോർഡ് കാണാൻ സാധിക്കും. അതുവഴി അകത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇതേ കണക്ക് നമുക്കൊരു വില്ല പ്രോജക്റ്റ് പോലെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്താണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നിലവിൽ ഇതിനകത്ത് കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഭംഗിക്കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ. വീട് നിങ്ങൾക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. അത് ഞാൻ പറഞ്ഞതുപോലെ പുറമായാലും അകംഭാഗമായാലും ആ ഒരു ക്ലാസ് ലുക്ക് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കവേർഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതുപോലെ ഈ ഭാഗത്തേക്ക് നമുക്ക് വലിയൊരു വണ്ടി തന്നെ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്ഥലം കിട്ടുന്നുണ്ടാവും. ടോട്ടലായിട്ട് 5 സെൻറ്റ് സ്ഥലമുള്ളതുകൊണ്ട് തന്നെ വീടിന് ചുറ്റും നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ സ്പേസ് ഉള്ള കണക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവേ. നമുക്ക് ഇത്രയും വലിയൊരു വരാന്ത സ്പേസ് നിന്നാണ് ഉള്ളിലേക്ക് പോകുന്നത്. മുൻവശത്തുള്ള വാതിലൊക്കെ വരുന്നത് പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിതെല്ലാം ഇനി ലാസ്റ്റ് അവസാനപ്പെട്ട ഒരു പോളിഷിംഗ് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ്. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ആ ഒരു ഡിസൈൻ നോക്കി നല്ല രസമായിട്ടില്ലേ. നമുക്ക് സാധാരണ ഈ ലൂവേഴ്സ് ഒത്തിരിയധികം വെക്കുന്നതിന് പകരം വേറൊരു രീതിയിലാണ് ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ലൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അതുപോലെ തന്നെ സീലിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒത്തിരി കളർ തീമുകളൊന്നുമില്ല. നമുക്കൊരു വാം തീമിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ മിനിമലും പക്ഷേ ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഈ സീലിങ്ങിലുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ് വരും. കോമൺ സ്പേസും ഡൈനിങ് ഏരിയയും നല്ലതുപോലെ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. ഇവിടെയായിട്ട് നമുക്ക് ഇതുപോലെ കല്ലൊക്കെ ഇടാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. നമുക്ക് ഈ വാഷ് ബേസിനൊക്കെ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാനിറ്ററി വെയർസും ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ കിച്ചൺ വരുന്നത് ഇതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. മേളിലത്തെ സ്പേസിലായാലും ഫുള്ളായിട്ട് ഈ രീതിയിൽ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ എല്ലായിടത്തും ഫാനെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അതിപ്പോൾ കിച്ചണിലായാലും ഡൈനിങ്ങിലായാലും നമ്മുടെ ഹാളിലായാലും ബെഡ്റൂംസിലായാലും എല്ലായിടത്തും ഫാനെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അതുപോലെ നമുക്കിനി പുറത്തേക്കാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. ശരിക്കും നമുക്ക് വർക്ക് ഏരിയയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ വീട് വന്ന് കാണുന്ന സമയത്ത് ഏകദേശം ഇതിൻ്റെ പണി ഫിനിഷ് ആവും. അപ്പോൾ പൂർണ്ണമായിട്ട് ഈ വർക്ക് ഫിനിഷ് ചെയ്ത് നീറ്റാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം. അപ്പോൾ ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ടാവും. മീനൊക്കെ കഴുകാനുള്ള സൗകര്യവും നമുക്ക് പുറത്തായിട്ട് നിന്ന് വർക്ക് ചെയ്യാവുന്ന രീതിയിലൊരു സ്ലാബ് സൗകര്യം തരും. അതുപോലെ ഇവിടെയായിട്ട് നമുക്ക് തുണി വേസ്റ്റൊക്കെ ഇട്ട് കത്തിക്കാനായിട്ട് ചെറിയൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തുണി നനയ്ക്കാനുള്ള കല്ലും നമുക്ക് ഈ വീടിൻ്റെ സൈഡിൽ തന്നെ കാണാൻ സാധിക്കും. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസ് വരുന്നുണ്ട് കേട്ടോ. 2 ബെഡ്റൂംസ് എല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ കബോർഡിൻ്റെ ഒരു തീമും ഇതുപോലെ ഒരു ഓഫ് വൈറ്റും വുഡും ആ ഒരു തീമിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ബാത്റൂമിൻ്റെ എല്ലാ ഫിറ്റിങ്സും അതിപ്പോൾ പൈപ്പ് ഫിറ്റിങ്സ് ആയിക്കോട്ടെ സാനിറ്ററി വയർസ് ആയിക്കോട്ടെ എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. വാൾ മൗണ്ടഡ് ക്ലോസറ്റാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീടിനുള്ളിൽ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ഇതുപോലെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് വരുന്നത്. ആ രീതിയിലാണ് ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കണ്ടോ ഒത്തിരി കളേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു വാം തീമിൽ നല്ല നീറ്റായിട്ടുള്ള ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈലും വെള്ളയാണ്. നമുക്ക് ഈ കളർ എല്ലായിടത്തും ജനലിനും എല്ലാം തന്നെ ആ ഒരു വൈറ്റ് കളർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വീട്ടിനകത്ത് കയറുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പ്രകാശം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ. ശരിക്കും വീട്ടിനകത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഫീല് നമ്മുടെ മൂഡിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് താഴത്തെ തന്നെ 2ാമത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ഫിറ്റിങ്സ് ആണ്. ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഇവിടെ എല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ സ്റ്റേഴ്സ് കയറി വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഇത് നോക്കി, ഇത് ശരിക്കും ഒരു വുഡൻ പാറ്റേണിലുള്ള ടൈലാണ്. നമുക്ക് അവർ ആ എഡ്ജ് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ ആ എഡ്ജിൽ ആ ഒരു സ്ലാൻഡിങ് കൊടുത്ത് കറക്റ്റായിട്ട് ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഗ്യാപ്പ് ഒട്ടും ഫീൽ ചെയ്യത്തില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു വുഡിൻ്റെ പീസ് ഇങ്ങനെ തന്നെ എടുത്ത് വെച്ച കണക്കാണ് അവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ കയറി വരുമ്പോഴായാലും നല്ല പ്രകാശമാണ്. ഇവിടെ നമുക്ക് പർഗോളാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു അലങ്കാര ഫാൻസി ലൈറ്റും നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കോമൺ സ്പേസ് വരും. നമ്മൾ താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ 2 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസാണ് മേളിൽ വരുന്നത്. ഇതിനകത്ത് നോക്കുകയാണെങ്കിലും ഫുൾ ഹൈറ്റിനാണ് നമുക്ക് ടൈൽ ഒട്ടിയിട്ടുള്ളത് കേട്ടോ. ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ഫിറ്റിങ്സ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസ് വരും.
ഇത്തിരി വലിപ്പമുള്ള വലിയൊരു ഓപ്പൺ ടെറസ് എന്ന് തന്നെ പറയാം കേട്ടോ. ആ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് തന്നെ സേഫായിട്ട് വെക്കാൻ സാധിക്കും. മുൻവശത്ത് നമുക്ക് നല്ലൊരു ബാൽക്കണി സ്പേസും വരുന്നുണ്ട്. ഞാൻ ഈ റൂംസ് പിന്നെയും കാണിക്കാത്തത് രണ്ട് സെയിം ആയിട്ടുള്ള റൂമാണ് കേട്ടോ, അതുകൊണ്ടാണ് അത് വീണ്ടും കാണിക്കാത്തത്. ബാൽക്കണി സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ പാർട്ടി ഏരിയ എന്ന് പറയാം. അത്രയ്ക്കും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയാലും എന്താ ഇതുപോലെല്ലാം അലങ്കാര ലൈറ്റുകൾ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് താഴത്തെ നിലയിൽ ചെയ്തിരുന്ന ആ ഒരു പില്ലറിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇവിടെയും ഇതുപോലെ ക്ലാഡിങ് ടൈൽസ് ഒട്ടിച്ച് നീറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂ വരുന്നത്. തൊട്ടടുത്ത പ്രോപ്പർട്ടിയിലൊക്കെ വീടിൻ്റെ പണി നടന്ന് ഉടനെ സ്റ്റാർട്ടാവുകയാണ്. തൊട്ട് താഴത്തേലും സ്റ്റാർട്ടാവുകയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. ഇതിന് ഉദ്ദേശിക്കുന്ന വില 85 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. 5 സെൻറ്റിൽ ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന നല്ല നീറ്റായിട്ടുള്ള കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണ്. ഇപ്പോൾ ടെക്നോ പാർക്കിൻ്റെ ഫേസ് 1 മുതൽ 3 വരേക്കും അല്ലെങ്കിൽ 4 വരേക്കും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈസി ആക്സസ് ആണ്. നമ്മുടെ മംഗലപുരം പോത്തങ്കോട് റോഡിൻ്റെ വൈഡനിങ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അതുവഴി വളരെ പെട്ടെന്ന് തന്നെ വണ്ടിയിലൊക്കെ നമുക്ക് എത്താൻ സാധിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഈ ഒരു സ്പെക്കിൽ വരുന്നതിൽ കമ്പാരിറ്റീവ്ലി നല്ലൊരു പ്രൈസിന്, അതായത് ഇതുപോലെ ബ്രാൻഡഡ് മെറ്റീരിയൽസും നീറ്റായിട്ടുള്ള വർക്കുകളും ചെയ്തിട്ടുള്ളൊരു വീട് 85 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും.